ആ ഉമ്മ അറിഞ്ഞിട്ടുണ്ടാവൂല ഇങ്ങനൊരു വിഷജന്തുവിനാണ് അവരാഹാരം വച്ച് കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് ആ ഉമ്മ അറിഞ്ഞിട്ടുണ്ടാവൂല. ഇവൻ്റെ ചിരിയൊക്കെ അങ്ങ് കറക്കുമായിരുന്നു. നമ്മുടെ കയ്യിലായിരുന്നുവെങ്കിൽ, നിയമം എന്നൊന്ന് നമ്മുടെ കയ്യിലായിരുന്നുവെങ്കിൽ ഇവൻ്റെ ചിരിയൊക്കെ കറക്കുമായിരുന്നു. ഇവൻ്റെ 2 കൈയും 2 കാലും ഇല്ലാതെ ഇവൻ താഴെ കിടന്ന് ആഹാരം കഴിച്ച് കിടക്കുമായിരുന്നു. അവൻ്റെ ചിരിയൊക്കെ അന്നേരം കറക്കുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, നട്ടല്ലില്ലാത്തവരുടെ കയ്യിൽ നിയമം കിട്ടിക്കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. പരാതി കൊടുത്തിട്ടും നടപടി എടുക്കാത്തതിനെ തുടർന്ന് വീട് കയറി ഒരു 3 പേരെ കൊന്ന സംഭവം. ആ കുഞ്ഞുങ്ങൾ ഇപ്പോഴും കരയുന്നുണ്ട് കിടന്നു. എന്ത് പറയാൻ പോകുന്നു നീയൊക്കെ? ഞങ്ങളുടെ കയ്യിലൊരു പുസ്തകമുണ്ട്, കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ 1000 പഴുതുകളുണ്ട് അതിൽ. അതുകൊണ്ട് ഇനി അവർക്ക് 3-4 നേരം ആഹാരം കഴിച്ച് കിടക്കാം. ഇനി മുതൽ വെള്ളക്കരം അടയ്ക്കേണ്ട, വൈദ്യുത കരം അടയ്ക്കേണ്ട, വാടക നോക്കണ്ട. ഇനി മുതൽ അങ്ങനെ സുഖമായിട്ട് അവർ ജീവിക്കാൻ പോകുന്നു എന്ന് പറയാൻ പോണ. ജനങ്ങളെ ജീവിതം സംരക്ഷിക്കാൻ പറ്റാത്ത നീയൊക്കെ എന്ത് ജനാധിപത്യമാണ് അവിടെ ഇരുന്നുണ്ടാക്കുന്നത്? നിൻ്റെയൊക്കെ തലയിൽ ഉദിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണെന്നറിയാം. സാധാരണക്കാർ 1 രൂപ നാളത്തേക്കായിട്ട് കൂട്ടിവെക്കുന്ന 1 രൂപ അതെങ്ങനെ പുതിയ നികുതിയിലൂടെ അത് നിങ്ങളുടെ ഖജനാവിലെത്തിക്കാം. അതാണ് നിങ്ങളുടെ തലയിൽ ഉദിക്കുന്ന ഒരു കാര്യം.